Raji sowntaste പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചിക്കൻ എളുപ്പത്തിൽ വേവിക്കാൻ പറ്റിയ ഒരു ട്രിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവരും വീഡിയോ കണ്ട് ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കണേ. നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ നമുക്ക് ആദ്യം തന്നെ ഒന്ന് മസാലകളൊക്കെ ഒന്ന് പുരട്ടി വെക്കണം. അതിനുവേണ്ടി ആദ്യം ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഒരു 3 സ്പൂൺ മുളക് പൊടിയും 3 ടീസ്പൂണാണ് മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, മുളകൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കുക കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിച്ചപ്പ് ഇത് ചതച്ചത് 3 കൂടി ഒരുമിച്ച് ചതച്ചെടുത്തതാണ്. അതും 1 ടീസ്പൂണും, പിന്നെ 2 ടീസ്പൂൺ തൈരും 1 സ്പൂൺ വിനാഗിരിയും കൂടി എല്ലാം കൂടി ഒന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. അതിനുശേഷം അതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇട്ട് നല്ലോണം ഒന്ന് കൈകൊണ്ട് തന്നെ നല്ലോണം ഒന്ന് പുരട്ടി എടുക്കുക. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അത് ഒരു ചുരുങ്ങിയ ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. മസാലകളൊക്കെ അതിൻ്റെ മുകളിൽ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ടാണ് നമ്മൾ ചിക്കൻ ഈ പുട്ടും കുറ്റിയിൽ വേവിച്ചെടുക്കാൻ പോണത്. നല്ലോണം ഒന്ന് കുഴച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഒരു അരമണിക്കൂറെങ്കിലും അവിടെ മാറ്റി വെക്കുക. ഇനി അരമണിക്കൂറിന് ശേഷം പുട്ടും കുടത്തിൽ വെള്ളം അടുപ്പത്ത് വെച്ച് ഇനി നമ്മൾ പുട്ടും കുറ്റിയിലേക്ക് പുട്ടും കുറ്റി കൊള്ളുന്ന ചിക്കൻ പീസ് എടുത്ത് അതിൽ നിറയ്ക്കണം. അടിയിൽ ചില്ലിട്ടതിന് ശേഷം ഇതുപോലെ ഓരോ പീസ് എടുത്ത് അതിൽ പറ്റുന്നിടത്തോളം ഫില്ല് ചെയ്യുക. എന്നിട്ട് പുട്ടും കുറ്റിൻ്റെ മുകളിൽ വെച്ച് പുട്ടും കുടത്തിൻ്റെ മുകളിൽ വെച്ച് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് വേവേണ്ടി വരും. അപ്പോഴേക്കും നല്ല സോഫ്റ്റായ ചിക്കൻ നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും. ഇങ്ങനെ ഉണ്ടാക്കുന്ന ചിക്കൻ നമുക്ക് ബിരിയാണി മസാലൻ്റെ കൂട്ടത്തിലൊക്കെ വെക്കാൻ പറ്റിയതാണ്. അല്ലെങ്കിൽ മന്തി റൈസിൻ്റെ കൂടെ എല്ലാം എങ്ങനെ വേണമെങ്കിലും, അല്ലെങ്കിൽ വെറുതെ തന്നെ കഴിക്കാനും പറ്റും. 10 മിനിറ്റിന് ശേഷം നമ്മുടെ ചിക്കൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് തട്ടി കൊടുക്കാം. ഇങ്ങനെ ഒന്ന് കമിഴ്ത്തി കൊടുത്താൽ മതി. അതായത് തനിയെ വീണുകൊള്ളും. പിന്നെ ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചിക്കനാണ് ഇത്. ഇങ്ങനെ തന്നെ കഴിക്കാം. വേണമെങ്കിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു നിറം വ്യത്യാസം വരുത്താൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയോ ബട്ടറോ എന്തോ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു പാനിൽ വെച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മുകൾ ഭാഗം ഒന്ന് ബ്രൗൺ കളറാകാൻ വേണ്ടി മാത്രം. അല്ലാണ്ട് വെന്തിട്ടുണ്ട്. ഇനി വേവാനൊന്നുമില്ല ചിക്കൻ. ഇനി അടുത്ത ബാച്ച് നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാം. ഇത് ഞാൻ ബിരിയാണി മസാലേൻ്റെ കൂട്ടത്തിൽ ഉള്ളിയൊക്കെ വഴറ്റി അതിലേക്ക് ഇട്ടിട്ടാണ് കഴിക്കുന്നത്. ഇങ്ങനെ തൊടുമ്പോഴേക്ക് നല്ലോണം പൊളിഞ്ഞ് വരുന്നുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ബട്ടറാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ ഓയിലോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ബട്ടർ തന്നെ വേണമെന്നൊന്നുമില്ല. ഇനി ഇത് മെൽട്ടായി വരുമ്പോഴേക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.
ഇനി ഈ ബട്ടർ മെൽറ്റായി വരുമ്പോൾ നമുക്ക് ഈ ചിക്കൻ ഇതിലേക്കൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം. ഇനി ഓരോന്നോരോന്നായിട്ട് ചിക്കൻ ഇതിലേക്ക് വെച്ച് കൊടുത്ത് ഒരു ഭാഗം ബ്രൗൺ കളറാകുമ്പോൾ തിരിച്ചിട്ട് മറ്റേ ഭാഗം ഒന്ന് മൊരിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ, വേവാനൊന്നുമില്ല, വെറുതെ ഒരു കളറ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. പിന്നെ ബട്ടറിൽ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെതായൊരു ടേസ്റ്റും കൂടും, അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം, വീഡിയോ കണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക. പെട്ടെന്ന് കഴിയും നമുക്ക് ഇങ്ങനെ ചിക്കൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. വെറും 10 മിനിറ്റ് മതി പുട്ടുംകുറ്റിയിൽ ഇതൊന്ന് ഫില്ല് ചെയ്ത് വേവിച്ചെടുക്കാൻ. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ ഇവിടെ പുട്ടുംകുറ്റിയിൽ ഉണ്ടാക്കിയ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ചിക്കൻ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം അറിയിക്കണേ. ഇനി അടുത്ത ഒരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും.